अस्सलामुअलैकुम हेलो फ्रेंड्स, वेलकम बैक टू विशास किचन। तो आज हम बनाने जा रहे हैं മസൂർ പ്ലവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കിലോ കീമ എടുത്തിന്. കീമ കയറ്റി കുക്കർക്കിടണതിൽ കുറച്ച് ഉപ്പും ചിക്കൻ ട്യൂബില്ലേ ഒരു ചിക്കൻ ട്യൂബ് ഇടണം. പിന്നെ കുറച്ച് ഗരം മസാല ഇടണം. ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നന്ന വെള്ളം വീത്താൻ പാടില്ല. കുറച്ച് 1 ഗ്ലാസ് വീത്തിയിട്ട് ഒരു ഉള്ളി ഇടണം. ഉള്ളിയും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതിനെ മൂടിയിട്ട് വെച്ചാൽ കൈ. പിന്നെ അതിനൊരു സൈഡിൽ വെച്ച് ഗ്യാസിൽ, പിന്നെ ഈ സൈഡിൽ ഞാൻ ഒരു ചട്ടി വെച്ചിന്. അതിലേക്ക് ഇടി ഗരം മസാല ഇല്ലേ, ഇത് കുരുമുളക്, കെത്ത, ചപ്പ്, പൂള് അങ്ങനെയല്ലോ അങ്ങനത്തെ എല്ലാം ഇടണം. ഇടി ഗരം മസാല കുറച്ച്, പിന്നെ കുറച്ച് 3 ഉള്ളി ഇടണം. ഉള്ളി മുറിച്ചിടണം. ഉള്ളീനെ വങ്ങല നന്ന ചോക്കാൻ പാടില്ല. കുറച്ച് 2 സ്പൂണ് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അതിൻ്റെ മണം മാറിയതിന് ശേഷം തമ്പട്ടർ ഇടണം 3 എണ്ണം. തമ്പട്ടിട്ട് നല്ല മിക്സായ പിന്നെ ഈ വേവിച്ചിട്ട് വെച്ച കീമ ഇല്ലേ, ജീരകം ഇടണം. ജീരകം ഇട്ട് പിന്നെ വേവിച്ചിട്ട് വെച്ചിട്ട് കീമ ഇല്ലേ, കീമനെ ഇതിലേക്ക് വെള്ളത്തിയാക്കണം. ഇപ്പുറത്തേക്ക് പെൾട്ടിയാക്കണം. നല്ല പെൾട്ടിയാക്കിയിട്ട് ഭയങ്കര മിക്സ് ആക്കണം. അതിനെ നല്ല മിക്സ് ആയതിന് ശേഷം നല്ല മിക്സാക്കിയ പിന്നെ മൂടിയിട്ട് വെക്കണം. അതിന് ശേഷം പിന്നെ ഇത് ഞാൻ അരച്ചിട്ടിട്ടില്ല, പച്ചമുളക് മുറിച്ചിട്ട് കുത്ത കീറ്റാക്കിയിട്ട് ഇടണം. കുറച്ച് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടണം. അതിട്ട് പിന്നെ ഈ മസൂർ, ഈ ചുവന്ന താളില്ലേ അതിൻ്റെ ഇടി താൾ ഇടണം. മസൂർ താൾ അതൊരു കപ്പ് എടുത്തിന് ഞാൻ. ആ മസൂർ താളിന് ഇടണം. പച്ചനെ ഇടണം, ബേക്കാൻ പാടില്ല. അതിട്ടിട്ട് നല്ല കീമേൻ്റെ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം പിന്നെ ഈ കുറച്ച് ദയ്യ് ഇടണം. ദയ്യ് ഇട്ടാലും ഉണ്ടെങ്കിൽ ഇട്ടാൻ കഴിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇട്ടില്ല മോശമില്ല. എൻ്റെ അടുത്തുണ്ടാകും അങ്ങനെ കുറച്ച് ദയ്യ് ഞാനിട്ട് അതിനിട്ടിട്ട് ഭയങ്കര മിക്സ് ആക്കണം. പിന്നെ ഞാൻ ഇടയില്ലേ, ഇത് കുറച്ച് 1 സ്പൂണില്ലേ നെയ്യ് ഇടണം. സ്റ്റിലി നെയ്യില്ലേ, മണത്തിന് വേണ്ടിയിട്ട് നല്ല സ്റ്റിലി നെയ്യ് ഇട്ടിട്ട് അതിനെ മിക്സ് ആക്കണം. ഇട്ടതിൽ ഞാൻ വെളുത്ത കടല ഇല്ലേ, വെളുത്ത കടലനെ ഞാൻ വേവിച്ചിട്ട് വെച്ചിന്, പൊത്തിരി വെച്ചു. ഞാൻ പൊത്തിരി വെച്ച് പിന്നെ 1 കപ്പ് എടുത്തിട്ട് അതിനെ വേവിച്ചിട്ട് വെച്ചിന്. അതിന് ഇതിൽക്കിടണം. ഈ കീമയും ദാളും വെന്തേ പിന്നെ ഇത് വേവിച്ചിട്ട് വെച്ചതല്ലേ അതിനെ ഇപ്പുറത്തേക്ക് ഇട്ടാൻ കഴിയും. അതിനെ ഇട്ടേ പിന്നെ വെള്ളം ഇടണം. നമ്മൾ ചോറ്റിനനുസരിച്ചിട്ട് വെള്ളം ഇട്ടേ പിന്നെ ഇത് ചോറിട്ടിട്ടില്ലേ തിളച്ച പിന്നെ ചെറുതാക്കിയിട്ട് സ്ലോ ആക്കിയിട്ട് വെച്ചാൽ കഴിയും. लगा तो लाइक शेयर सब्सक्राइब करना ना भूले।